ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ചായക്ക് മസാല ദോശ കേട്ടോ. മസാല ദോശയ്ക്ക് നമുക്ക് ദോശമാവ് വേണം, പിന്നെ കിഴങ്ങും മതി. കിഴങ്ങിൻ്റെ മസാല ആട്ടോ ഉണ്ടാക്കണത്. അപ്പം ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പിന്നെ കിഴങ്ങുണ്ട്, എന്നാൽ മസാല ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ കിഴങ്ങ് ആദ്യം 2-3 കഷ്ണമായിട്ട്, കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് മുറിക്കാം കേട്ടോ. 2-3 കഷ്ണമായിട്ട് നമ്മൾ മുറിച്ച് അത് കുക്കറിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് ഒരു കുറേ വിസിലടിപ്പിക്കണം. നന്നായിട്ട് വേണം, എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിപ്പം കൂടുതലുണ്ടല്ലോ. എന്നിട്ട് അത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഒരു അതിന് ആവശ്യത്തിനുള്ള, ഞാനിപ്പോൾ 2 കിഴങ്ങായിരുന്നു, ഒരു 2 സവോളയോളം എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് കുറച്ച് കൂടുതലിടണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി വളരെ കുറച്ച് അതിന് ചേർക്കണുള്ളൂ, അപ്പോൾ എരിവ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പച്ചമുളകും ഇട്ട് എണ്ണയിൽ നന്നായിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നോക്കട്ടെ, കിഴങ്ങ് വെന്തോന്ന് നോക്കട്ടെ. കിഴങ്ങ് വെന്തിട്ടുണ്ടേ. അപ്പോൾ കിഴങ്ങ് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. നന്നായിട്ട് കിഴങ്ങ് വേകണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലിയും കളഞ്ഞ് നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ ആ സവാള വഴറ്റിയതിലേക്ക് നമ്മൾ മുളക് പൊടിയും ശകലം മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. ശകലം മുളക് പൊടിയും മസാലപ്പൊടിയും ഇട്ട് നന്നായിട്ട്, ഞാനിങ്ങനെയാട്ടോ ഞാനീ പറയണത്. ഞാൻ വലിയ കുക്കിങ് ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷേ എന്നാലും മോൾക്ക് ഇഷ്ടമുള്ള ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ അങ്ങനെയങ്ങ് ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ അടുത്തുള്ളതുപോലെ നമ്മളങ്ങ് ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒരുപാടെന്നല്ല, ഒട്ടും തന്നെ ഒഴിക്കരുത്. എന്ന് വെച്ചാൽ കിഴങ്ങ് വെള്ളം അതിനകത്തേക്ക് ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും മൊത്തം ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ കിഴങ്ങ് വലിച്ചെടുക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. പക്ഷേ ഒരിക്കലും ഒരു കറിയിലേക്കും നമ്മൾ ചൂടായ സാധനത്തിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത്. അതിൻ്റെ ആ ഒരു 2 ചൂടായതും ചൂടില്ലാത്തതുമാണല്ലോ, തണുത്തതുമാണല്ലോ. അപ്പം ഇച്ചിരി ചൂടുവെള്ളം വെച്ചേക്കണം. എന്നിട്ട് ചൂടുവെള്ളം വേണം ഒഴിക്കാൻ. ഇതിന് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. എന്നിട്ട് ആ കിഴങ്ങും വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഉടച്ച് ഈ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു ഇതിലാക്കി എടുക്കണം. പിന്നെ നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കണ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എനിക്ക്. ഈ പാത്രമാണേ, ഈ ചട്ടിയാണ്. അതിനകത്തേക്ക് നമ്മൾ ദോശമാവ് ഒത്തിരി വേണ്ട, ഒത്തിരി ഒഴിച്ചാൽ കട്ടിയായിട്ട് പോകും. കുറച്ച് ആവശ്യത്തിന് തീ കുറച്ചിടണം കേട്ടോ. ഒത്തിരി തീ കൂട്ടി ഇടരുത്, കരിഞ്ഞു വരുള്ളൂ. എന്നിട്ട് അത് ചെറിയ തീയിൽ കിടന്ന് വേകണം. എന്നിട്ട് ഈ ദോശ ഇതിലേക്കുണ്ടല്ലോ, നമുക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കാം കേട്ടോ. നെയ്യ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഓയിലാട്ടോ ഒഴിച്ചത്. അതിന് പകരം നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നെയ്യ് റോസ്റ്റിന് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ വരും കേട്ടോ. മുത്തിന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് മാവുണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ ഇന്നിത് ഉണ്ടാക്കിയത്. എന്നിട്ട് നെയ്യ് ഒഴിച്ച് നല്ല തീ കുറച്ചിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കിഴങ്ങും കൂടി വെച്ചിട്ട്, പിന്നെ സാമ്പാറുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ സാമ്പാറും നല്ലതാണ്. സാമ്പാറും ചമ്മന്തി ഉണ്ടെങ്കിൽ അതും നല്ലതാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.